ഇത് ഫൈസൽ അഹ്സനി എന്ന് പറയുന്ന AP വിഭാഗത്തിലെ ഒരു മുസ്ലിയാരിട്ട പോസ്റ്റാണ്. എന്താണ് പോസ്റ്റ്? ഇതാണ് വൃത്തികെട്ട വഹാബിസം. തിരുനബിയെ ഹബീബ് എന്ന് പറയരുത് പോലും, റസൂൽ എന്ന് പറഞ്ഞാൽ മതിയത്രേ. ഇയാളുടെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള അന്തം ഇയാൾക്കില്ല എന്നിപ്പോൾ മനസ്സിലായി. സെലഫികളെ അടിക്കാൻ എന്തെങ്കിലും ഒരു വടി കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് ഈ മുസ്ലിയാർ. ഇങ്ങനെ സെലഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സെലഫി പണ്ഡിതൻ്റെ ക്ലിപ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ടിട്ടാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമുക്കെന്താണ് ആ സെലഫി പണ്ഡിതൻ പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം. قال رسول الله قال نبي الله ما يقولون حبيبنا كما يقوله بعض المتصوفة الحبيب الحبيب ليس من وصفه بأنه الحبيب بل من وصفه أنه رسول الله. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വളരെ വ്യക്തമാണ്. മഹാന്മാരായ സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ആദരവായിരുന്നല്ലോ, സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുള്ളാ എന്നായിരുന്നു. നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ളാ, അതേപോലെ തന്നെ യാ റസൂലല്ലാ എന്നൊക്കെ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് വിശേഷിപ്പിച്ചത് റസൂലുള്ളാ, നബിയുള്ളാ എന്നൊക്കെയാണ്. എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത്. ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ അഹ്സനിക്ക് പൊള്ളുന്നത്? സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും, ഞങ്ങൾക്കറിയാം. ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുമ്പോൾ ചില പദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം അവകാശപ്പെട്ട പദങ്ങളിലൂടെ വിശേഷിപ്പിക്കുക എന്നത് ആ പ്രവാചകനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സയ്യിദുന എന്ന് പറയും. ഇയാൾക്ക് ഭാഷ അറിയില്ലേ? സയ്യിദുന എന്ന പ്രയോഗം അള്ളാഹിൻ്റെ റസൂലിന് മാത്രമുള്ളൊരു പ്രയോഗമല്ല, എല്ലാവരെയും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദമാണത്. അതേപോലെ ഹബീബ് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ മാത്രം വിശേഷിപ്പിക്കുന്നതല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നബിയുള്ള എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ റസൂലിന് മാത്രം അവകാശപ്പെട്ടതാണ്. റസൂലുള്ള എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അവകാശപ്പെട്ട പദമാണ്, വിശേഷണമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നാൽ പ്രവാചകനെ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ സഹാബത്ത് എന്താ പറയുക? യാ റസൂലല്ലാ, അള്ളാഹിന്റെ റസൂലെ. അത് ബഹുമതിയുടെയും ആദരവിന്റെയും പൂർണ്ണമായ പ്രയോഗങ്ങളാണ്. അതാണ് ഈ സലഫി പണ്ഡിതൻ പറഞ്ഞത്. എന്നാൽ ഹബീബ്, ഹബീബുന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത്, അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ്? അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ അഹ്സനിക്ക് തെളിയിക്കാൻ പറ്റുമോ?